Hi viewers, welcome to Bosco Campus Vision. Today we are discussing the subject Labour Law and Industrial Relation of S5 BBA under Kerala University and myself Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. This session we are discussing the another act in social security of labor law, that is the Maternity Benefit Act 1961, that is the Maternity Benefits Act 1961. So let's see in detail the Maternity Benefit Act 1961. That is the aim or the objective of this act is to regulate the employment of women in certain establishments for certain specified periods before and after childbirth, to provide for the payment of maternity benefit to women workers, to provide for certain benefits in case of miscarriage, premature birth or illness arising out of pregnancy. അപ്പോൾ മെറ്റേണിറ്റി ബെനിഫിറ്റ് 1961 അല്ലേ. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മെയിൻ പർപ്പസ് ഓഫ് ദിസ് ആക്ട് ടു റെഗുലേറ്റ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് വിമൻ ഇൻ സർട്ടൺ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഫോർ സർട്ടൺ സ്പെസിഫൈഡ് പീരീഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത് ഇല്ലേ. അപ്പം ചില ഓർഗനൈസേഷനിൽ ഇല്ലേ, അപ്പോൾ അവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നൊരു വാക്കാണ് certain establishment. അപ്പോൾ ടു റെഗുലേറ്റ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് വിമൻ ഇൻ certain establishment, അതായത് ചില മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചോളം സ്പെസിഫൈഡ് പീരീഡിൽ എപ്പോഴാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ചൈൽഡിലെ കുട്ടി ജനിക്കുന്നതിന് മുമ്പും ജനിച്ച് കഴിഞ്ഞും അവർക്ക് കിട്ടേണ്ട ഒരു ബെനിഫിറ്റാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് 1961. ടു പ്രൊവൈഡ് ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് മെറ്റേണിറ്റി ബെനിഫിറ്റ് ടു വിമൻ വർക്കേഴ്സ്. അത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ മെറ്റേണിറ്റി ബെനിഫിറ്റ്? സ്ത്രീകൾക്കാണ്. അത് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ്, അല്ലെങ്കിൽ അതിന് ഒരു ഇത്ര വീക്സ് അവധി കൊടുക്കുകയും അതിന് ശമ്പളം പൂർണ്ണമായിട്ടും അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. ടു പ്രൊവൈഡ് ഫോർ സർട്ടൺ ബെനിഫിറ്റ് ഇൻ കേസ് ഓഫ്, ഇനി പ്രസവാനന്തരത്തിന് മാത്രമല്ല, പകരം മിസ് ക്യാരേജ്, ഇനി ഒരു കുട്ടി ജനിക്കാതെ പോകുന്നൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു പ്രിമച്വർ ബർത്ത് ഇല്ലേ, മാസം തികയാതെ പ്രസവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആവാം, ഇൽനെസ് അറൈസിങ് ഔട്ട് ഓഫ് പ്രഗ്നൻസി, അല്ലെങ്കിൽ ആ പ്രഗ്നൻസി സ്റ്റേജിൽ ഉണ്ടാകുന്ന ചില അസുഖങ്ങൾക്കാവാം. ഇതിനെല്ലാം തന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ്, അതായത് ഇത്ര ദിവസം അല്ലെങ്കിൽ ഇത്ര മാസം ലീവോട് കൂടിയുള്ള ശമ്പളം ഒരു സ്ത്രീക്ക് ലഭിക്കുന്നു. അപ്പോൾ ദ മെയിൻ പർപ്പസ് ഓഫ് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് 1961 സീസ് ദാറ്റ് റെഗുലേറ്റ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് വിമൻ ഇൻ സർട്ടൺ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഫോർ സർട്ടൺ സ്പെസിഫിക് പീരീഡ് before and after childbirth, and to provide for the payment of maternity benefit to women workers, and to provide for certain benefit in case of miscarriage or premature birth or illness arising out of pregnancy. So clear with the objective of this benefit? Next we can see the coverage of the Act 1961, that is the Act is applicable to all establishment not covered under the Employee State Insurance Act. ഇല്ലേ, അപ്പം ഈ ഒരു ബെനിഫിറ്റ് ആർക്കൊക്കെയാണ് കിട്ടുന്നതെന്നുള്ളതാണ് കവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ആക്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന ആർക്കാണ്? എല്ലാ ജോലി ചെയ്യുന്ന എല്ലാ മേഖലകളിലും ഉണ്ട്. എന്നാൽ ESI എന്ന് പറയുന്നൊരു ആക്ട് ഇല്ലാത്ത ഓർഗനൈസേഷൻ ആയിരിക്കണം. അതായത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് ചെയ്യാത്ത എസ്റ്റാബ്ലിഷ്മെൻറ്റ് സ്ഥാപനങ്ങളാണ് ഈ മെറ്റേണിറ്റി ബെനിഫിറ്റ് കൊണ്ടുവരേണ്ടത്. കാരണം ആ ഒരു ആക്ട് പ്രകാരം വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ ഓൾറെഡി അവർക്ക് എന്താണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് അതിൻ്റേതായ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കും. അതുകൊണ്ടാണ് ദ ആക്ട് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് നോട്ട് കവേർഡ് അണ്ടർ ദി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ബെനിഫിറ്റ്സ് ആർക്കൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്, എങ്ങനെയാണ് ഈ ബെനിഫിറ്റ്സ് കിട്ടുന്നത്? സോ അണ്ടർ ദിസ് ആക്ട് a women worker can get maternity leave up to 12 weeks. Out of this, 6 weeks must be prior to the delivery of the child and 6 weeks immediately thereafter. During the period of leave, the employee is entitled to full wages or salary. In addition, a medical bonus of rupees 25 per day is payable if the employer provides no free medical care. The benefits, that is under this act, a women worker can get maternity leave up to 12 weeks ഇല്ലേ. അപ്പം ഒരു സ്ത്രീ അല്ലേ, ജോലി ചെയ്യുന്ന ഒരു സ്ത്രീക്ക് മെറ്റേണിറ്റി ലീവ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 12 ആഴ്ചയാണ് ഒരു മെറ്റേണിറ്റി ബെനിഫിറ്റ് അല്ലെങ്കിൽ മെറ്റേണിറ്റി ലീവ് ഒരു സ്ത്രീക്ക് കിട്ടുന്നത്. അത് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു? ഔട്ട് ഓഫ് ദിസ്
ഈ 12 ആഴ്ചയിൽ 6 വീക്സ് മസ്റ്റ് ബി പ്രയർ ടു ദി ഡെലിവറി ഓഫ് ദി ചൈൽഡ്. 6 ആഴ്ച എന്ന് പറയുന്നത് കുട്ടി ജനിക്കുന്നതിന് മുമ്പും അതിൻ്റെ 6 വീക്സ് ഇമ്മീഡിയറ്റ്ലി ദെയർ ആഫ്റ്റർ, 6 ആഴ്ച അതിനുശേഷം, കുട്ടി ജനിച്ചതിന് ശേഷം. അങ്ങനെയാണ് ഈ 12 വീക്സ് മെറ്റേണിറ്റി ലീവായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ during the period of leave, the employee is entitled to full wage or salary. അപ്പം ഈ ഒരു കാലഘട്ടം, അതായത് ഈ 12 ആഴ്ച ഒരു സ്ത്രീക്ക് ലീവ് കിട്ടുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവളുടെ ഫുൾ സാലറി അല്ലെങ്കിൽ വേജസ് ആണോ എന്ത് തന്നെ ആയാലും അത് ഫുൾ എമൗണ്ട് എംപ്ലോയിക്ക് കൊടുത്തിരിക്കണം. And so in addition, a medical bonus of ₹25 per day is payable if the employer provides no free medical care. ഇനി ഒരു പക്ഷേ എംപ്ലോയർ ഒരു ഫ്രീ മെഡിക്കൽ കെയർ ആ സ്ത്രീക്ക് കൊടുക്കുന്നില്ല എങ്കിൽ ഒരു മെഡിക്കൽ ബോണസ് എന്ന നിലയിൽ അവർ എന്ത് ചെയ്യണം, ദിവസം 25 രൂപ എന്നുള്ള കണക്കിൽ ആ സ്ത്രീക്ക് കിട്ടാൻ അർഹതയും കൂടെ ഉണ്ട്. അപ്പോൾ ഒരു ബെനിഫിറ്റിൻ്റെ കേസിൽ നമ്മൾ പറയുന്നത് എന്താണ്, അണ്ടർ ദിസ് ആക്ട് എ വിമൻ വർക്കർ ക്യാൻ ഗെറ്റ് മെറ്റേണിറ്റി ലീവ് അപ് ടു 12 വീക്സ്. Out of this, 6 weeks must be prior to the delivery of the child and 6 weeks immediately thereafter. So during the period of leave, the employee is entitled to get full wage or salary. So in addition, a medical bonus of ₹25 per day is payable if the employer provides no free medical care. Clear with the point? So in order to avail these benefits, the employee must have worked for at least 100 days in the 12 months immediately preceding the date of expected delivery. The employee shall forfeit her claim to the maternity benefit if she works in any establishment during the leave period. So many companies now offer new age benefits such as adoption leave, paternity leave, surrogacy leave, sick leave for taking care of an unwell family member, or a leave for fertility treatment, maternity leave for 24 weeks, etc. So here also we can say that in order to avail these benefits, നമ്മൾ already പറഞ്ഞു ഇല്ലേ, 12 വീക്സ് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടുന്നു, 6 വീക്സ് ഡെലിവറിക്ക് മുമ്പും 6 വീക്സ് ഡെലിവറിക്ക് ശേഷവും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഈ ബെനിഫിറ്റ്സ് എല്ലാം തന്നെ ദ എംപ്ലോയി മസ്റ്റ് ഹാവ് ടു വർക്ക് ഫോർ അറ്റ്ലീസ്റ്റ് 100 ഡേയ്സ് ഇൻ ദ 12 months ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ ഡേറ്റ് ഓഫ് എക്സ്പെക്റ്റഡ് ഡെലിവറി. അപ്പം ആ സ്ത്രീ പ്രസവിക്കുന്നതിന് മുൻപ് ഇല്ലേ 12 മാസം അല്ലെ, അപ്പം അതിനകത്ത് 100 ദിവസമെങ്കിലും ആ സ്ത്രീ ജോലി ചെയ്ത്, അതായത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീയാണെങ്കിൽ അവൾ ലീവ് എടുക്കാൻ അർഹത എന്ന് പറഞ്ഞാൽ എന്താണ്, 12 മാസത്തിൽ 100 ദിവസമെങ്കിലും ആ സ്ത്രീ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് മാത്രമേ എന്ത് കിട്ടൂ, ഈ പറഞ്ഞ മെറ്റേണിറ്റി ബെനിഫിറ്റായ ഇത്ര 12 ആഴ്ചകൾ ബെനിഫിറ്റായിട്ട് ലഭിക്കുകയുള്ളൂ. സോ ദ എംപ്ലോയി ഷാൽ ഫോർഫിറ്റ് ഹർ ക്ലെയിം ടു ദ മെറ്റേണിറ്റി ബെനിഫിറ്റ് ഇഫ് ഷീ വർക്ക് ഇൻ എനി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഡ്യൂറിങ് ദ ലീവ് പീരീഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീ ഇല്ല, ഒരു എംപ്ലോയിയെ സംബന്ധിച്ചോളം ക്യാൻസൽ ചെയ്യാം ഇല്ല. എങ്ങനെയാണ് ഒരു ക്ലെയിം, ഒരു മെറ്റേണിറ്റി ബെനിഫിറ്റിനെ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാനൊരു പ്രൊവിഷൻ ഉണ്ട്. കാരണം എന്താണ്, 100 ദിവസം പോലും ജോലി ചെയ്യാത്തൊരു സ്ത്രീയാണെങ്കിൽ അവരെ സംബന്ധിച്ചോളം ആ ലീവ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടാണ്, സ്ഥിര ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ നമുക്ക് ആ ലീവ് അനുവദിക്കാൻ പറ്റൂ. So the employee shall forfeit a claim to the maternity benefit if she work in any establishment during the leave period. So many company offer such a new age benefit. Many company now offer new age benefits. അപ്പം ഇതുപോലെ ഇപ്പം മെറ്റേണിറ്റി ബെനിഫിറ്റ് പറഞ്ഞ പോലെ തന്നെ പല കമ്പനീസും ഇപ്പം ഒരുപാട് ബെനിഫിറ്റ്സ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊക്കെയാണ്, ഒന്ന് അഡോപ്ഷനിലെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ദത്തെടുക്കാൻ പോകുന്നു, അപ്പോൾ അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ ഉണ്ട്. അപ്പം അഡോപ്ഷൻ ലീവ് കൊടുക്കുന്നുണ്ട്. പിന്നെ പെർട്ടേണിറ്റി ലീവ് ഇല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഭർത്താക്കന്മാർ, അതായത് മെറ്റേണിറ്റി ലീവിൽ ഇരിക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രസവിച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് തൻ്റെ ഭാര്യയെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഭർത്താവിന് എടുക്കാവുന്ന ലീവാണ് പെർട്ടേണിറ്റി ലീവ്. പിന്നെ സർഗോസി ലീവ് ഇല്ലേ, സ്വന്തമായിട്ട് എന്താണ് ഒരു കുഞ്ഞ് ഇല്ല അല്ലെങ്കിൽ ഒരു അമ്മയാകാൻ കഴിയാത്തൊരു സ്ത്രീ ഉണ്ടെങ്കിൽ നമ്മളതിനെ ഇല്ലേ വേറൊരു ട്രീറ്റ്മെൻറ്റിലൂടെ അല്ലേ അല്ലെങ്കിൽ കുഞ്ഞിന് ജന്മം നൽകുകയാണെങ്കിൽ അതിന് നമ്മൾ സർഗോസി ലീവ് എന്ന് പറയാറുണ്ട്.
പിന്നെ അതുപോലെ സിക്ക് ലീവ് ഫോർ ടേക്കിംഗ് കെയർ ഓഫ് ആൻ അൺവെൽ ഫാമിലി മെമ്പർ. ഇനി നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ ആർക്കെങ്കിലും സുഖമില്ല, അവരെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകണം. ഇപ്പോൾ നമ്മുടെയൊക്കെ പേരൻസൊക്കെ ഉണ്ടെങ്കിൽ ഓൾഡ് ഏജിലാണ്, അല്ലെങ്കിൽ അവർക്കൊന്ന് അസുഖം വന്ന് അവരെ ഒന്ന് കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിക്ക് ലീവായിട്ട് നമുക്ക് എടുക്കാം. ദെൻ ലീവ് ഫോർ ഫെർട്ടർണിറ്റി ട്രീറ്റ്മെൻറ്റ്. ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ ഇനി കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുണ്ടെങ്കിൽ അവർക്ക് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്, കുഞ്ഞുണ്ടാകാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് പോകാനും കമ്പനി എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഈ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ മെറ്റേണിറ്റി ലീവ് ഫോർ 24. ഇനി അതുകൂടാതെ എന്താണ് ഒരു മെറ്റേണിറ്റി ലീവായിട്ട് 24 ആഴ്ച വരെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ വരുന്ന ഏത് ആക്റ്റിലാണ്? ഒരു മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് 1961 എന്ന് പറയുന്ന ആക്റ്റിലാണ് ഈ പറഞ്ഞ എല്ലാ പ്രൊവിഷൻസും ഒരു സ്ത്രീക്ക് ലഭിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ കമ്പനീസും ഒരു മെറ്റേണിറ്റി ബെനിഫിറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് കൊടുക്കേണ്ട ഈ വക അവകാശങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ 1961 ആക്ട് പ്രകാരമാണ് ആ സ്ത്രീക്ക് കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ വിത്ത് ദ ടോപ്പിക്? സോ ടുഡേ വി ഡിസ്കസ് the Maternity Benefit Act 1961. Here we discuss that the main purpose of this act are to regulate the employment of women in certain establishment for certain specified period before and after childbirth, and the payment of maternity benefit to women worker, and provide certain benefit in case of miscarriage, premature birth, or illness arising out of pregnancy. And the act is applicable to all establishment not covered under the Employee State Insurance Act. And the benefits are the women worker can get a maternity leave up to 12 weeks. Out of this, 6 weeks must be prior to the delivery of the child and 6 weeks immediately thereafter. And also in addition, a medical bonus of ₹25 per day is payable if the employer provide no free medical care. And so we can say is that the employee must have worked for at least 100 days in the 12 months immediately preceding the date of expected delivery. And many companies now offer new age benefits such as adoption leave, paternity leave, surrogacy leave, sick leave for taking care of an unwell family member, or a leave for fertility treatment, or a maternity leave of 24 weeks, etc. So these are the main things regarding the Maternity Benefit Act 1961. I hope you all understood the act. So prepare well, study well. This is the end of today's section. Thank you.